വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു മസാലക്കറിയുടെ റെസിപ്പിയാണ്. പൊട്ടറ്റോവും സോയ ചങ്ക്സും കൊണ്ടൊരു മസാലക്കറിയാണ്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു റെസിപ്പി കൂടിയാണ്. നോൺ വെജിറ്റേറിയൻസിന് എന്താണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും. നോക്കാം നമുക്കിത് എങ്ങനെയാണെന്നല്ലേ. കടായി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലത്തെ കറികളൊക്കെ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കോക്കനട്ട് ഓയിലിനേക്കാളും ടേസ്റ്റ് വരുന്നത് വെജിറ്റബിൾ ഓയിൽസ് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് ചൂടായിട്ട് വരുമ്പോൾ ഒരു പട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുക. പട്ട ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ഏലക്ക അതും ചേർത്ത് കൊടുക്കാം. ഏലക്ക ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ബേ ലീവ്സ് 2 ബേ ലീവ്സ് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. സവാള ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ സവാളയാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ടൊന്ന് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്കതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്നൊന്ന് മൂത്ത് വരും. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, നമുക്ക് പിന്നെ കറിക്ക് പിന്നെ ഉപ്പ് ചേർക്കേണ്ടതാണ്. മസാലയിലൊക്കെ ഉപ്പ് ചേർക്കണം. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 3/4 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് സ്മാഷായിട്ട് വരുമ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഒരു 3/4 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 3/4 സ്പൂണോളം മുളക് പൊടി അതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല എല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ഞാനൊരു 2 വലിയ പൊട്ടറ്റോ ആണ് സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഈ മസാലയിലൊക്കെ ഒന്ന് മിക്സായിട്ട് വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് വരാനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം ലേശം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ സവാള വഴറ്റുമ്പോഴും ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളിനി സോയാബീൻ വേവിച്ചെടുക്കുമ്പോഴും കുറച്ച് ചേർക്കും. ഇതിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വേകാനുള്ള ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടിപ്പോകരുത് കേട്ടോ. മൂടി വെച്ച് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് സോയാബീൻ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ലേശം ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണോളം, പിന്നീട് അതുപോലെ 1/4 സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ബൗളിലാണ് സോയാ ചങ്ക്സ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടെടുക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ സോയ ചങ്ക്സ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെല്ലാം വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പൊട്ടറ്റോ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. സോയ ചങ്ക്സ് ഞാനെല്ലാം ഒന്ന് 2ആക്കി കട്ട് ചെയ്തെടുത്തു, അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറിയ സോയ ചങ്ക്സ് ആണ് കിട്ടണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ വലിയ സോയ ചങ്ക്സ് ആയിരുന്നു, അപ്പോൾ എല്ലാം കട്ട് ചെയ്തു. പിന്നീട് ഒരു 1/2 സ്പൂണോളം ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. അതുപോലെ പെരുംജീരകത്തിൻ്റെ പൊടി അതൊരു 1/4 സ്പൂണും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലേശം ഉപ്പ് പോരായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കുക.
അതിനുശേഷം മല്ലിയില ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു മസാലക്കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. ബൈ. താങ്ക് യു.